വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഫോർ വെയിറ്റ് ലോസ്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് സാൻഡ്വിച്ചാണ്. എഗ്ഗും ചീസൊക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ചാണ്. പിന്നെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എടുക്കുന്ന ബ്രെഡ് എന്ന് പറയുന്നത് സീഡൊക്കെ അടങ്ങിയിട്ടുള്ള ഫൈബറും പ്രോട്ടീനൊക്കെ ഉള്ള ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഫുൾഫില്ലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല എനർജറ്റിക്കാണ്. പെട്ടെന്ന് വിശപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഒരു 9 മണിക്ക് ഞാൻ സ്നാക്സ് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നട്ട്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബ്രസീലിയൻ നട്ടും അതുപോലെ തന്നെ ബദാമുമാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രസീലിയൻ നട്ടിലൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നല്ലതാണ് നമ്മുടെ സ്കിന്നിനും ഒക്കെ. അപ്പോൾ ഇതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് 62 ആണ് കേട്ടോ. 62.9 ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് 67 ആയിരുന്നു. ലഞ്ചിന് എടുത്തിട്ടുണ്ടായിരുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ, അതുപോലെ തന്നെ 2 എഗ്ഗ് ബോയിൽ ചെയ്തതാണ്. ഇതുപോലെ 3 പീസായിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടെന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഇന്ന് സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു കേട്ടോ. മോർണിംഗ് ഭയങ്കര ഹറിബറി ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. കുറച്ച് നേരത്തെ കഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഡിന്നർ. അപ്പോൾ ഫാസിയാണ് സ്റ്റേക്ക് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫാസി തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് വരുള്ളൂ എന്നാണ് ഫാസി പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കറക്റ്റ് കുക്ക് ആയിക്കണമെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് എന്താ പറയുക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ബീഫ് സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സിർലോയിൻ സ്റ്റീക്ക് ബീഫാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഹൈ ഇൻ പ്രോട്ടീൻ ആണ്, അതുപോലെ തന്നെ അയേൺ ഉണ്ട്. പിന്നെ മസിൽ ലോസ് ചെയ്യാണ്ട് നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹോർമോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബാലൻസ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഈ ബീഫിന്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ് നല്ല തീരില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഫുഡ് എന്ന് പറയുന്നത്.